ഹായ്. ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 30 തൊട്ട് സെപ്റ്റംബർ 1 വരെ ട്രിവാൻഡ്രത്ത് ജവഹർ ബാലഭവനിൽ ഒരു ബോൺസായി എക്സിബിഷൻ നടന്നിരുന്നു. നമ്മൾ ഫ്ലവർ ഷോയൊക്കെ എപ്പോഴും കാണുന്നതാണ്, പക്ഷെ ബോൺസായി എക്സിബിഷൻ വളരെ റെയർ അല്ലേ അങ്ങനെ കാണാൻ കിട്ടുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സിബിഷൻ എന്ന് പറയുന്നേക്കാളും നല്ലത് ഒത്തിരി സർപ്രൈസസ്, ഭയങ്കര അത്ഭുതങ്ങൾ, കുഞ്ഞു കുഞ്ഞു അത്ഭുതങ്ങളാണ് അവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത്. അന്ന് അവിടെ നേരിട്ട് വന്ന് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അവിടെ കണ്ട കാഴ്ചകളുടെ ഭംഗി അതേപടി ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകൾക്ക് വളരെയധികം പരിമിതികളുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും എന്നെക്കൊണ്ടാവുന്നത് പോലെയൊക്കെ ഞാനത് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സിബിഷൻ കണ്ടിട്ട് വരാം. 6ാം നൂറ്റാണ്ടിലെ ചൈനയിലാണ് ഈ ആർട്ട് പിറവിയെടുക്കുന്നത്. അവിടെ നിന്ന് ജപ്പാനിലേക്കും പിന്നെ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും ഈ പ്ലാന്റ് ആർട്ട് വ്യാപിച്ചു. ബോൺസായി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു ഷാലോ പോട്ടിൽ, അധികം ആഴമില്ലാത്ത ഒരു ചെടിച്ചട്ടിയിൽ നമ്മൾ വലിയ ചെടികൾ കൺട്രോൾഡായിട്ട് അതിൻ്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്ത് വളർത്തുക എന്നതാണ്. കേരള ബോൺസായി അസോസിയേഷനാണ് ഈ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചത്. ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ. ഇനി നമുക്ക് ഓരോ ചെടിയും അടുത്ത് കാണാം. കൃഷിയും കലയും ഒത്തൊരുമിക്കുമ്പോൾ പിറവിയെടുക്കുന്ന ഒരു നല്ല കലാസൃഷ്ടിയാണ് ബോൺസായി. ഇവിടെ കണ്ട ഓരോ ചെടിയും ഓരോ ബോൺസായും ഓരോ അത്ഭുതമായിട്ട്, ഓരോ മാസ്റ്റർ പീസായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചെടിയാണ് ബൊഗെയിൻവില്ല. പക്ഷേ ഇതിൻ്റെ ട്രങ്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പ്രായമുണ്ട്, നല്ല ഭംഗിയുണ്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ കാണുന്നത് നമ്മുടെ നാടൻ വാളംപുളി, ടാമറൻ എന്ന് പറയും. എനിക്ക് ബോൺസായി ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ടാമറൻ. ഇത് ഈ ഒരു സ്റ്റൈലിന് പറയുന്നത് ഫോറസ്റ്റ് സ്റ്റൈൽ എന്നാണ്, ഒരു മരക്കൂട്ടം. ഇതിൽ നിറയെ പുളി കായ്ച്ചു കിടപ്പുണ്ട്. ഈ കാണുന്നത് ഫൈക്കസ് കോമ്പാക്റ്റ. ഇത് ഫൈക്കസിൻ്റെ ബോൺസായി ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ റൂട്ട്സൊക്കെ കണ്ടോ, നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടല്ലേ പുറത്താണ്. അത് അങ്ങനെയാണത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അപ്പെക്സും ഒക്കെ നല്ല ഒരു ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ കാറ്റാടി മരമാണ്, കാസ്ട്രീന. ഈ കാണുന്നത് മെലീന. ഇത് ബോൺസായി ചെയ്യാനായിട്ട് നല്ലൊരു പ്ലാന്റാണ്. ഇതിൽ ഒരു മഞ്ഞ പൂക്കളുണ്ടാവും കേട്ടോ. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട് രമേശാണ്. രമേശ് ഈ ബോൺസായിൽ എക്സ്പേർട്ടാണ്. ഇതും ഒരു ഫൈക്കസ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു റൂട്ട് സിസ്റ്റം ശ്രദ്ധിച്ചോ കേട്ടോ, നല്ല തിക്കായിട്ട് തോന്നുന്നില്ലേ. പക്ഷേ ഈ റൂട്ട് ഒരു സൈഡിലേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഓണർ രമേശ് പറഞ്ഞത്. അത് എക്സ്റ്റെൻഡ് ചെയ്തതാണ്, നമ്മുടെ ഹെയറൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന നമുക്ക്. ഇപ്പോൾ അത് കണ്ടാൽ നല്ലൊരു തിക്ക് ട്രങ്കും നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു റൂട്ട് സിസ്റ്റവും നമുക്ക് കാണാം. അങ്ങനെ പല ടെക്നിക്സും ഉണ്ട് ഈ ബോൺസായി ആർട്ടിൽ. നല്ല ഭംഗിയുള്ളൊരു ബോൺസായി അല്ലേ. ഈ കാണുന്നതും ഒരു ഫൈക്കസ് വെറൈറ്റി തന്നെ. ഫൈക്കസിൽ 1000ഓളം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ബോൺസായി ചെയ്യാനായിട്ട് ഏറ്റവും യോജിച്ച, നമ്മുടെ ക്ലൈമറ്റിൽ പ്രത്യേകിച്ചും യോജിച്ച ഒരു പ്ലാന്റിൻ്റെ ആ ഒരു സ്പീഷീസാണ് ഫൈക്കസ്. അതായത് നമ്മുടെ ആൽ വെറൈറ്റി. ഇത് മറ്റൊരു ഫൈക്കസ്. ഇത് അതിൻ്റെ റൂട്ടൊക്കെ ഒരു റോക്കിലേക്ക് ഇങ്ങനെ വളർത്തി വിട്ടിരിക്കുന്ന രീതിയിലാണിത് വെച്ചിരിക്കുന്നത്. ഈ പുറകു വശത്ത് കാണുന്നതെല്ലാം കുറച്ച് വലിയ ബോൺസായി ആണ്, ലാർജ് ബോൺസായിസ് എന്ന് പറയും. താഴെ ഈ സ്റ്റേജിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു മീഡിയം ടു സ്മോൾ ടൈപ്പ് ഓഫ് ബോൺസായി ആണ്. എന്തെല്ലാം സ്റ്റൈലിലാണെന്നറിയോ ഓരോ ബോൺസായി, ഓരോ പ്ലാന്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണിത് കാണാനായിട്ട്. പ്രകൃതിയെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നവർക്കും നല്ലൊരു ഇമാജിനേഷൻ സ്കില്ലുള്ളവർക്കും ഒരു ബ്യൂട്ടിഫുൾ ബോൺസായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മാത്രം പോരാട്ടോ, നല്ല ക്ഷമയും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും വേണം. നല്ല ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു ഹോബിയാണ് ബോൺസായി. ചെടികളിൽ ജനിതകമായ ഒരു മാറ്റവും വരുത്താതെ വെള്ളവും വളവും ക്രമീകരിച്ച് നൽകി വളർച്ച നിയന്ത്രിച്ചാണ് ബോൺസായി രൂപപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ബോൺസായി ആർട്ടിസ്റ്റ് ഒരു ശില്പി തന്നെയാണ്. ഒരു വൃക്ഷത്തിൻ്റെ വേരുകളുടെയും ചില്ലകളുടെയും രൂപം, അവരുടെ ഘടന, ഇതെല്ലാം ആ ശില്പി തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു 5 വർഷം മുതൽ 50ലേറെ വർഷങ്ങൾ പ്രായമുള്ള ബോൺസായിയുടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോൺസായി ആർട്ടിന് പുറമെ ഇവിടെ കൗതുകമുയർത്തുന്ന വേറെ ഒത്തിരി കാഴ്ചകളിലൂടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. സൂയിസിക്കി എന്ന് പറയുന്ന ആർട്ട് ഓഫ് അപ്രീഷിയേറ്റിംഗ് സ്റ്റോൺസ്,
അതായത് നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ആ ഒരു ബ്യൂട്ടി, ചില രൂപങ്ങൾ നമുക്ക് സ്റ്റോൺസിൽ നമുക്ക് കാണാനും അത് അപ്രിഷ്യേറ്റ് ചെയ്യാനും പറ്റുന്ന ആ ഒരു ആർട്ട്, അതൊരു ജപ്പാനീസ് ആർട്ടാണ്. പിന്നെ ഇതിനെ പറയുന്നതാണ് സൂയിസിക്കി. ഇതിപ്പോൾ എന്താണെന്ന് ഞാൻ ആർക്കും പറഞ്ഞു തരണ്ടല്ലോ. ഒരു കോഴി മുട്ടയിട്ടിട്ട് അടയിരിക്കുന്നു, നാച്ചുറൽ സ്റ്റോണാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? എനിക്കിതൊരു ഗണപതിയായിട്ടാണ് തോന്നിയത്, ഒരു ഗണേശ രൂപം. പലർക്കും പലത് തോന്നാട്ടോ. ഈ കാണുന്നത് കരടിയാണോ പോത്താണോ എനിക്കെന്നറിയാൻ വയ്യ. നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്തോ. പിന്നെ കാണാൻ കഴിഞ്ഞത് ഡ്രിഫ്റ്റ് വുഡിൻ്റെ ഡിസ്പ്ലേ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നത്. ഡ്രിഫ്റ്റ് വുഡിൽ തന്നെ പല രൂപങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡിസ്പ്ലേ. ചില സ്ട്രക്ചേഴ്സൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ പണ്ട് കാലത്തെ ദിനോസർ, മാമത്ത് ഇതൊക്കെ നമുക്ക് ഓർമ്മ വരും. ഓരോ ആംഗിളിൽ നിന്നും ഓരോന്നാണ്. പിന്നെ എനിക്ക് തോന്നുന്നതായിരിക്കണം എന്നില്ല വേറൊരാൾക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ഇതിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, ശരിക്കും ഒരു ഫീനിക്സ് പക്ഷി, എനിക്ക് അങ്ങനെ കേട്ടോ തോന്നിയത്. അങ്ങനെ പറന്നുയരുന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണ്ട്. പിന്നെ ഈ ആർട്ടിനെ പറയുന്നതാണ് ജിൻ ആൻഡ് ഷാരി. ഇതിൽ ആ ഒരു വൈറ്റ് കളർ കണ്ടോ ആ വുഡിലെ, അത് ആ ആർട്ടിസ്റ്റ് അവൻ്റെ ഭാവനയ്ക്കനുസരിച്ച് അങ്ങനെ ചെയ്ത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ സ്മോൾ ബോൺസൈസ് ആട്ടോ, ഒരു സ്റ്റാൻഡിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ബോൺസൈസ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ ജിൻ ആൻഡ് ഷാരിയിൽ വരുന്നതാണ്. ഇത് ശരിക്കും റിയൽ വുഡല്ല, ഈ ഫ്രണ്ടിൽ ആ വൈറ്റ് കാണുന്നത് അതൊരു ഡെഡ് വുഡാണ്. ഇതൊക്കെ ഒരു 10-15 വർഷം പ്രായമുള്ള ചെടികളാണ് കേട്ടോ. ഈ ക്യൂട്ടായിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്ലാന്റിൻ്റെ പേരാണ് പ്രേംന. ഇതും ഈ ബോൺസായി ആർട്ടിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് വെറൈറ്റിയാണ്. ഇതൊരു 5 വർഷം പ്രായമുള്ള സുന്ദരിയാണ്, ഒരു കൊച്ചു സുന്ദരി. ഈ കാണുന്ന മരമാണ് ബോധിവൃക്ഷം. നമ്മുടെ ശ്രീബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചെന്ന് പറയുന്നില്ല, ആ ഒരു വൃക്ഷമാണ്. ഇതും ഫൈക്കസ് വെറൈറ്റി കേട്ടോ, ഫൈക്കസ് ബോധി. ഒരു ബോൺസായി സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു എക്സിബിഷനായിരുന്നു കേട്ടോ. എനിക്കും ലാസ്റ്റ് ഡേ ആണ് പോകാൻ പറ്റിയത്. നെക്സ്റ്റ് ടൈം ഇത് നിങ്ങൾ ആരും മിസ് ചെയ്യരുത്, ഇങ്ങനെ ഒരു എക്സിബിഷൻ വന്നാൽ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബോധിവൃക്ഷത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഓരോ ബോൺസായിക്കും ആർട്ടിസ്റ്റ് തന്നെ ആ ഒരു പ്ലാന്റിൻ്റെ ഫ്രണ്ട് സൈഡ് ഏതാണെന്നും ബാക്ക് ഏതാണെന്നും ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു റൂട്ട് സിസ്റ്റമൊക്കെ ഒന്ന് നോക്കി, എന്ത് രസമാണ്. ഇതിൻ്റെ പ്രായം എത്രയാണെന്നറിയോ? 15 വയസ്സ്. ഇത് മറ്റൊരു ഫൈക്കസ് വെറൈറ്റി തന്നെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ഒരു ബോൺസായി. ഇതൊരു റോക്കിൻ്റെ മേലാണ് അതിൻ്റെ റൂട്ടൊക്കെ പോയിരിക്കുന്നത്. ഈ ഒരു പോട്ട് ശ്രദ്ധിച്ചോ, ഇതൊരു ക്രസൻ പോട്ട് എന്നാണ് പറയുന്നത്. ഇത് കാസ്കേഡ് സ്റ്റൈലിലുള്ള ബോൺസായികൾ വളർത്താനാണ് യൂഷ്വലി ഇത് ഉപയോഗിക്കുക. ഒരു സൂപ്പർ ബോൺസായി, ഒരു പാറപ്പുറത്തേക്ക് ഇങ്ങനെ ചാരി വെക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് ആർട്ടിസ്റ്റ് ഇതിനെ രൂപം നൽകിയിരിക്കുന്നത്. എന്തൊരു ഭംഗിയായത് കാണാനെന്നറിയാമോ? ഒരു പെർഫെക്റ്റ് ബോൺസായി. ഇത് പുളിമരം. ഇത് അധികം പ്രായം ഉണ്ടാവില്ല, എന്നാലും അതിൻ്റെ ഒരു ബ്രാഞ്ച് സിസ്റ്റം ഇതിനെ പറയുന്നത് ഫോർമൽ അപ്രൈറ്റ്. അതായത് കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് പോയിരിക്കുക. അങ്ങനെ ഓരോ സ്റ്റൈലൊക്കെ ഉണ്ട് ഇതിന്. ഈ ഒരു മരത്തിൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ ചിരി വരും, കരിമരം. അതിൻ്റെ ആ ഒരു ട്രങ്കും അതിൻ്റെ ലീവ്സും ഒക്കെ ഒരു ഭയങ്കര ബ്ലാക്ക് കലർന്ന ഒരു ഗ്രീനാണ്, ബ്ലാക്കിനോട് അടുത്ത ഗ്രീൻ. ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതിൻ്റെ ട്രങ്ക് കണ്ടോ, ഒന്നിങ്ങനെ വളഞ്ഞ് ഈ ഒരു സ്റ്റൈലിനെ പറയുന്നതാണ് ഇൻഫോർമൽ അപ്രൈറ്റ്. ഇതും ഒരു ഫൈക്കസ് വെറൈറ്റി തന്നെയാണ് കേട്ടോ, ആലിൻ്റെ വെറൈറ്റി. ഇവിടെ കൂടുതൽ കണ്ടതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാരണം ഫൈക്കസിന് അത്രയധികം വെറൈറ്റി ഉണ്ട്. നമുക്ക് ബോൺസായി ആക്കാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസും കൂടെയാണ്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൺസൈസ് ഇവിടെ കാണാൻ പറ്റി. ഈ വലിയ മരങ്ങളുടെ രൂപം, അവരുടെ സ്ട്രക്ചർ ഒന്നും നഷ്ടപ്പെടാതെ ആ വളർച്ചയെ ഒന്ന് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന രീതിക്കാണ് ശരിക്കും ഈ ബോൺസായി എന്ന് പറയുന്നത്. ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ആ സ്കില്ല് നമുക്ക് ഓരോ ബോൺസായിലും കാണാം. ഈ ഒരു ബോൺസായി നോക്കി, ഒരു കല്ലിൻ്റെ പുറത്ത് അതിൻ്റെ ആ റൂട്ട്സൊക്കെ എന്തു ഭംഗിയാൽ. ചില ബോൺസായി അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ കയറി അങ്ങ് പിടിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബൊഗൻവില്ലയാണ്. അതും ഈ ബോൺസായി പോട്ടിൽ വന്നപ്പോഴേക്കും എന്ത് ഭംഗിയാലേ. അത് പറഞ്ഞപ്പോഴാണ്
ബോൺസൈയുടെ പോട്ട്സിനും ഉണ്ട് കേട്ടോ ഓരോ പ്രത്യേകത. ഓരോ ചെടിക്കും അനുയോജ്യമായിട്ടുള്ള പോട്ട്സ്, അതിൻ്റെ ഷേപ്പ്, ഡെപ്ത്ത്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പെർഫെക്റ്റ് ബോൺസായിക്ക്. ഈ പോട്ട് കണ്ടോ, വളരെ ഷാലോ ആയിട്ടുള്ള ഈ ബോൺസായി ഒരു ഫൈക്കസ് വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് കല്ലാൽ എന്നാണ്. നമുക്ക് റോഡ് സൈഡിലൊക്കെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന, നമ്മൾ ഈ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ധാരാളം കാണാൻ പറ്റുന്ന ഒരു ചെടിയാണിത്, കല്ലാൽ. ഇതിന് വെള്ളമൊന്നും അധികം വേണ്ട, എവിടെ വേണമെങ്കിലും പറ്റിപ്പിടിച്ച് ഏത് ഡ്രൗട്ട് കണ്ടീഷനിലും വളരാൻ കഴിവുള്ള ഒരു ഫൈക്കസ് വെറൈറ്റിയാണിത്. എൻ്റെ ഒരു ട്രങ്ക് സ്ട്രക്ചറൊക്കെ നോക്കി. ഈ ബോൺസൈ ശ്രദ്ധിച്ചോ, ഇത് താഴേക്ക് വളരുന്ന ഡൗൺ ഗ്രോയിങ് ആണ്. ഇതിനെ വീപ്പിംഗ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു കോർണറിൽ റൂമിൽ വെച്ച ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. ഷോ അബീബി ബാക്കി ഹേ എന്ന് പറയുന്ന എനിക്ക് ഈ ഒരു എക്സിബിഷൻ 2 ഫ്ലോറിലായിട്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഫ്ലോർ. അവിടെ കണ്ട കാഴ്ചകൾ പറയാതിരിക്കുന്നേ മതി, അത്രയ്ക്കും വലിയ വലിയ ബോൺസൈസ്. ഇതൊരു റെഫറൻസ് പിക്ചറാണ്. ഇതാണ് രമേശ്, എൻ്റെ ഫ്രണ്ട്. കണ്ടോ, ആ ഒരു റേഷ്യോ കാണിക്കാനാണ് ആ ഒരു ഫോട്ടോ നിങ്ങളെ കാണിച്ചത്. വലിയ പ്ലാന്റ്സ് ആയിരുന്നു, വലിയ ബോൺസൈസ്, ലാർജ് ബോൺസൈസ് ആയിരുന്നു ആ ഒരു ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ കാസ്ട്രീനയുടെ ബോൺസായി ആണ്. അതായത് നമ്മുടെ കാറ്റാടി മരം. അതിൻ്റെ ആ ഒരു ബ്രാഞ്ചിൻ്റെ ഷേപ്പൊക്കെ നന്നായി കാണാം. അതിൻ്റെ ഒരു നല്ല അപ്പെക്സും നല്ല ഷേപ്പ് ഉള്ള ഒരു ബോൺസായി. അവിടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പുളിമരത്തിൻ്റെ ബോൺസായി ആയിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആട്ടോ ബോൺസായികളിൽ. എനിക്ക് പുളിമരത്തിൻ്റെ ബോൺസായി ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ചെറിയ ഇലകളും, പിന്നെ ഇതിൽ കണ്ടോ നിറയെ പുളിയും ഇങ്ങനെ കായ്ച്ച് നിറച്ച് കിടക്കുന്നുണ്ട്. ശരിക്കൊരു വലിയ പുളിമരം എങ്ങനെയാണോ ആ സെയിം സ്ട്രക്ചർ നമുക്ക് ഒരു കുഞ്ഞ് പോട്ടിൽ. എന്തോ ഒരു ഭംഗിയായിരുന്നു അറിയാവോ. മറ്റൊരു ഫൈക്കസ്, അതിൻ്റെ കനോപ്പിയൊക്കെ നോക്കൂ, ഇതൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നത്. നല്ല ഗ്രീൻ ആൻഡ് ഗ്ലോസി ലീവ്സാണ്. അതൊക്കെയാണ് അതിൻ്റെ ഭംഗി. അതിൻ്റെ ട്രങ്കും അതിൻ്റെ ബ്രാഞ്ചിൻ്റെ ഷേപ്പും എല്ലാം പെർഫെക്റ്റ് എന്ന് തന്നെ പറയണം. എത്ര നാളത്തെ ഹാർഡ് വർക്കാണ് ഈ ഓരോ പ്ലാന്റിൻ്റെയും പിന്നിൽ. അത് നമ്മൾ ഓരോ പ്ലാന്റ് കാണുമ്പോഴും ഓർക്കണം. ഇത് പേരാലാണ്, നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്ന പേരാൽ. കാസ്കേഡ് സ്റ്റൈൽ, അതായത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സ്റ്റൈലിൽ വളർത്തിയെടുത്തിരിക്കുന്ന ബൊഗൈൻവില്ലയുടെ ഒരു ലാർജ് ബോൺസായി. നിറച്ച് പൂത്തിങ്ങനെ പൂത്തൊലഞ്ഞ് കിടക്കുക. ഇനി ഒരു ഇലകളും ഇല്ലാത്തൊരു വൻ മരം, അങ്ങനെ നമ്മൾ കാണാറില്ലേ നേച്ചറിൽ, അതുപോലെ അതിനും ഉണ്ട് അതിൻ്റേതായ ഒരു ഭംഗി. ട്വിൻ ട്രങ്ക് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോൺസായി. എഗെയിൻ ബോധി. ബോധി ഇതുപോലെ ബോൺസായിക്ക് വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. നല്ല ഒരു മീഡിയം സൈസ് ലീഫാണ് അതിന്. നല്ല ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ ട്രങ്കൊക്കെ നല്ല ഇതിൽ കിട്ടും നമുക്ക്. പേരാൽ ആ ഒരു ഷാലോ പോട്ടല്ലേ, ഇങ്ങനെ പരന്ന പോട്ടിൽ ഇത്രയും വലിയ സ്ട്രക്ചറുള്ള ട്രങ്കൊക്കെ, ഇത്രയും നല്ല ഒരു പേരാൽ, എന്തൊരു ഭംഗിയാണ് കാണാൻ. ഓരോ ബോൺസായും ഓരോ അനുഭവം തന്നെയാണ്. എന്ത് ഭംഗിയായിട്ടാണ് ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്ക്. മോഹിപ്പിക്കുന്ന സൗന്ദര്യമാണ് ഓരോ ബോൺസായിക്കും. ഇതിൻ്റെ ആ ട്രങ്കിൻ്റെ ആ ഒരു ഷേപ്പും ആ വേരുകളെല്ലാം കൂടി ഇങ്ങനെ പിണഞ്ഞ് ഉള്ള ആ ഒരു രൂപവും ബ്രാഞ്ചസിൻ്റെയൊക്കെ ഒരു ഷേപ്പൊക്കെ നോക്കി രസമല്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം. ബോൺസായി ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്നവരുന്നു. നമ്മുടെ കണിക്കൊന്നയുടെ ബോൺസായി അങ്ങനെ നോക്കൂ, പൂത്തിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഈ മരം നമുക്ക് റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. മരച്ചീര, ഒരു ഫ്ലൂറസെൻറ്റ് യെല്ലോ ഗ്രീൻ കളറിലെ ഒരു ലീവ്സാണ് ഇതിൻ്റെ പ്രത്യേകത.
ഇതൊക്കെ ബിഗിനേഴ്സ് അതായത് ബോൺസായി ഇങ്ങനെ ചെയ്ത് പഠിച്ചു വരുന്ന ബിഗിനേഴ്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ബോൺസൈസാണ്. ഈവൻ അതുപോലും നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കും ഒരു ബോൺസായി സ്വന്തമാക്കണം തോന്നില്ലേ? നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ കേരള ബോൺസായി അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അവർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ തരും. അതോറിറ്റീസിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.